ഇവിടയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ സെർജിയോ ഗോർ ആരാണെന്ന് പറഞ്ഞാൽ വളരെ യങ്ങസ്റ്റ് ആയിട്ടുള്ള 37 വയസ്സ് മാത്രം പ്രായമുള്ള അമേരിക്കൻ അംബാസഡറാണ് അല്ലേ. അതായത് ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസഡറാണ്. പുള്ളിക്കാരൻ ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ അംബാസഡറായിട്ട് തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അംബാസഡർ മാത്രമല്ല, പുള്ളിക്ക് ഒരു അഡീഷണൽ റാങ്കിങ് കൂടിയുണ്ട്. ഏഷ്യൻ സൈഡിൽ മൊത്തം ഇൻചാർജുള്ള ഒരു ഫോറിൻ മിനിസ്ട്രിയുടെ കാറ്റഗറി പവറുള്ള ഒരു അമേരിക്കൻ അംബാസഡറാണ്. പുള്ളിക്കാരൻ ഇന്ത്യയിലാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിലും ഏഷ്യൻ സൈഡിൽ മൊത്തം റെസ്പോൺസിബിലിറ്റി പുള്ളിക്കാണ്. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ ഓൾമോസ്റ്റ് ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങൾ, ഇതിനെല്ലാം തന്നെ പുള്ളി ഇൻചാർജാണ്. അത്തരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ട്രംപുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ നയിച്ചതിൽ നമ്പർ 1 വ്യക്തിയാണ്. 2020 മുതലേ ട്രംപിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ട്രംപിനെ സ്വാധീനിക്കാൻ കപ്പാസിറ്റിയുള്ള വ്യക്തികളിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ് ഈ സെർജിയോ ഗോർ. അയാളാണ് ഇന്ത്യയുടെ അംബാസിഡർ. എല്ലാവർക്കും അറിയാം, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ ഇടപെട്ട കാലത്ത് ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും സെർജിയോ ഗോർ ഇന്ത്യയെ പല സാഹചര്യങ്ങളിലും ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വിഷയത്തിൽ വളരെ ഊഷ്മളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സെർജിയോ ഗോർ. പുള്ളിയുടെ വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതേസമയം ഇന്ത്യയിലേക്ക് എത്തിയ ഉടനെ തന്നെ ഒരുവിധം കാണേണ്ട ആൾക്കാരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സെർജിയോ ഗോർ. അപ്പോൾ അങ്ങനത്തെ സെർജിയോ ഗോർ ഓഗസ്റ്റ് 19 ജമ്മു ആൻഡ് കശ്മീർ സന്ദർശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുമാത്രമല്ല, പുള്ളിക്കാരൻ JNKയിൽ നിന്നും ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ജമ്മു ആൻഡ് കശ്മീർ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ജമ്മു ആൻഡ് കശ്മീരിനോടുള്ള ക്ലെയിമിനെ കൺടെംപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലാണ് സെർജിയോ ഗോറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് മീൻസ് ഇന്ത്യയുടെ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ മേലുള്ള ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്തതിനെ തുടർന്ന് ഒരു അമേരിക്കൻ അംബാസിഡർ വിസിറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണിത്. സോ ഇറ്റ് മീൻസ് ഇന്ത്യയുടെ ആ റൈറ്റിനെ, ഇന്ത്യയുടെ സോവറിൻ ലാൻഡ് എന്നുള്ളതിനെ എൻഡോസ് ചെയ്തിരിക്കുന്നത് സെർജിയോ ഗോർ. ഇത് പ്രധാനമായിട്ട് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. ജമ്മു ആൻഡ് കശ്മീർ ഇന്ത്യയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണെന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ സെർജിയോ ഗോർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി പുള്ളിക്കാരൻ അവിടെ ആദ്യമേ ഗവർണറെയാണ് കാണുന്നത്. ഗവർണറെ കണ്ടു കഴിഞ്ഞിട്ട് അവിടുത്തെ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ ചീഫ് മിനിസ്റ്ററെ കാണുന്നുണ്ട്. അങ്ങനെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് നേരം ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ജമ്മു ആൻഡ് കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരാതികളുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ഓപ്പണായിട്ട് തന്നെ ഒമർ അബ്ദുള്ള പറഞ്ഞത്, ശരിക്കും അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും അതേപോലെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തോടുമാണ് ആ പരാതി പറയേണ്ടത്. അല്ലാതെ ഇപ്പം സെർജിയോ ഗോറിനടുത്ത് അല്ലെങ്കിൽ അഥവാ അമേരിക്കൻ അംബാസിഡറുടെ അടുത്ത് പറയേണ്ട വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. ഇത് വളരെ വ്യക്തമായിട്ടൊരു മറുപടിയാണ്. ഇത് കൃത്യമായിട്ട് ഇന്ത്യയുടെ ആ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് ഒമർ അബ്ദുള്ള നൽകിയത്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പുള്ളി. തീർച്ചയായിട്ടും പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് വിളിക്കുന്ന ആ ഭാഗത്തിനേക്കാളും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റഡ് കശ്മീരിനെയാണ് ശരിക്കും സെർജിയോ ഗോറിന് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം അമേരിക്കയുടെ കോൺഗ്രസ് വിമൻ POJK സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്നും അഭിപ്രായം പറഞ്ഞതെല്ലാം തന്നെ ഇന്ത്യ വളരെയധികം ആശങ്കയോടുകൂടി നോക്കിക്കാണുകയും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള കൺടെംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാനെ വളരെ കീ റോൾ വഹിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അപ്പോയിൻറ്റ് ചെയ്തിരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പം നിലവിൽ ഇറാൻ്റെ വിഷയത്തിൽ നിന്നും പാകിസ്ഥാനെ നൈസിന് അങ്ങ് ഊരിവിട്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ അതിനെ തുടർന്നാണ് പാകിസ്ഥാൻ $10 ബില്യൺ ഞങ്ങൾക്ക് കടം തരണമെന്ന് ചോദിച്ചത്. അപ്പോൾ ട്രംപിൻ്റെ പോക്കറ്റിൽ നിന്നും 10 ബില്യൺ പോയിട്ട് 10 പൈസ കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഉള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഉടായ്പകളുടെ കണക്കുകളും പാർലമെൻറ്റിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണമെന്നാണ് ട്രംപ് അതിന് മറുപടിയായിട്ട് പറഞ്ഞിരുന്നത്. അതായത് കടം വാങ്ങിച്ചുകൊണ്ട് വരുന്ന പണം വരെ കൊള്ളയടിച്ചുകൊണ്ട് ഫോറിൻ രാജ്യങ്ങളിൽ പോയിട്ട് വീടും വസ്തുവും വകകളൊക്കെ വാങ്ങിച്ചിട്ടിട്ട് വളരെ ലക്ഷറി ലൈഫ് നയിക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ, അത് കഴിഞ്ഞ് ഇവരുടെ ഭരണകാലാവധി കഴിയുമ്പോൾ ഇവർ അങ്ങോട്ടേക്കായിരിക്കും മുങ്ങുന്നത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി പോലും ആ രാജ്യത്തിനുള്ളിൽ
അവരുടെ ഭരണ കാലയളവ് കഴിഞ്ഞിട്ട് സുഖമായിട്ട് താമസിച്ച ചരിത്രമില്ല. ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന നവാബ് ഷെരീഫ് വരെ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും UK മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന പർവേഷ് മുഷറഫ് എവിടെ കിടന്നാണ് മരിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് എണ്ണി ബനസീർ ഭൂട്ടോ ഉൾപ്പെടെയുള്ള പല നേതാക്കളെയും നമുക്ക് എണ്ണി പേരെടുത്ത് പറയാൻ പറ്റും. ഇവരെല്ലാം തന്നെ നാട് വിട്ടുപോയ ആൾക്കാരാണ്. അഥവാ നാട്ടിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ ഇവരെ ആരെങ്കിലുമൊക്കെ വെടിവെച്ച് കൊല്ലും. ഇതാണ് നിലവിലെ സാഹചര്യം. ഇമ്രാൻഖാൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയുക തന്നെ വേണ്ട. അയാൾ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്ന് തോന്നുന്നില്ല. അകത്ത് വെച്ച് തന്നെ അയാളുടെ കാര്യത്തിലൊരു തീരുമാനമാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇനി വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ നടക്കാനിരിക്കുന്ന ബ്രിക്സ് സമ്മിറ്റ്, ആ ബ്രിക്സ് സമ്മിറ്റിൽ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മൊമെന്റിലാണ് ശരിക്കും സെർജിയോ ഗോറിൻ്റെ ഈ ജമ്മു ആൻഡ് കശ്മീർ വിസിറ്റിന് പ്രാധാന്യമേറുന്നത്. അപ്പോൾ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ന്യൂസ് പോയിന്റ് ആയിട്ട് മെയിൻ സ്ട്രീം മീഡിയ എല്ലാം തന്നെ എടുത്ത് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ഡ്യൂറിങ് ദ ശ്രീനഗർ വിസിറ്റ് സെർജിയോ ഗോർ ഡിസ്ക്രൈബ്ഡ് ജമ്മു ആൻഡ് കശ്മീർ ആസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞു വെച്ചത്. ഈ സ്റ്റേറ്റ്മെൻറ്റിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഫ്യൂച്ചറിലും ഈ സ്റ്റേറ്റ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇപ്പോൾ ഒരു ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇനി അഥവാ ഇന്ത്യ POJKയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും നീക്കുപോക്കുകൾ മുന്നോട്ട് നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു സൈലന്റ് സപ്പോർട്ട് ഇന്ത്യക്ക് ഉണ്ടാവും എന്നാണ് ഇതിൻ്റെ സൂചന. തീർച്ചയായിട്ടും സെർജിയോ ഗോർ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുവെങ്കിൽ ട്രംപ് അറിയാതെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഏതാണ്ട് ട്രംപും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങളിലാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഒരു പോസിറ്റീവ് അപ്രോച്ച് ട്രംപിൻ്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്, പ്രത്യേകിച്ച് ജമ്മു ആൻഡ് കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് പുള്ളി ലഡാക്ക് സന്ദർശിച്ചിട്ടുണ്ട്. ലഡാക്ക് സന്ദർശിക്കുമ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ചൈനയുടെ ക്ലെയിമുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ചൈനയുടെ ഒരു ക്ലെയിമിനെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൈഡിൽ നിന്നുകൊണ്ട് അതിനെതിരെ നിലപാടെടുക്കുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് അമേരിക്ക ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് അമേരിക്കയുടെ ഡിപ്ലോമസിയിൽ, ഫോറിൻ പോളിസിയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ടുവേർഡ്സ് ഇന്ത്യ ദേ വാണ്ട് സം ചേഞ്ചസ്. ആ ചേഞ്ചസിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ വിഷയത്തിനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. കാരണം ഇത് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് വാസ് എ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദി US അംബാസിഡർ. പാകിസ്ഥാൻ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവിടുത്തെ US അംബാസിഡറിന് സമ്മൻ അയച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ പെരുമാറും, അത് സ്വാഭാവികം. ഇന്ത്യയുമായിട്ടുള്ള ഈ ജമ്മു ആൻഡ് കശ്മീർ വിഷയത്തിനെ പാകിസ്ഥാൻ നോക്കിക്കാണുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അതാണ് അവരുടെ ഏക കച്ചിത്തുരുമ്പ്. ഇന്ത്യയുമായിട്ട് അവർക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമേ ഇല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ ആർമിയാണ് പാകിസ്ഥാൻ്റെ എല്ലാം. ഭരണകർത്താവിനെ തീരുമാനിക്കുന്നത് വരെ പാക് ആർമിയാണ്, അല്ലാതെ അവിടെ ഡെമോക്രസി ഒന്നുമില്ല. അതുകൊണ്ടാണ് വിജയിച്ച ആൾ ജയിലിൽ കിടക്കുന്നതും തോറ്റ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് രാജ്യം ഭരിക്കുന്നതും. രാജ്യം ഭരിക്കുന്നതല്ല, രാജ്യം ഭരിച്ച് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അർമേനിയ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും പ്രളയ് മിസൈൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസാണ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ നെഗോസിയേഷൻ ഒരു പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അർമേനിയ ഇന്ത്യയിൽ നിന്നും പ്രളയ് മിസൈൽ സിസ്റ്റം വാങ്ങിക്കാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഫൈനൽ യുറേനിയം സപ്ലൈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. ഡിജിറ്റലിയാണ് സൈൻ ചെയ്തത്. ഇതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിച്ചിരുന്ന സമയത്ത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആൻ്റണി ആൽബനീസുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിനെ തുടർന്ന് അതിൻ്റെ എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് അത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ യുറേനിയം എഗ്രിമെൻറ്റ് സ്റ്റാർട്ടായിരിക്കുകയാണ്. ജപ്പാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ കോയ്സുമി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ പുള്ളിക്കാരന് ഇന്ത്യയിൽ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ, അതാണ് ജപ്പാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അന്വേഷിക്കുന്നത്. നെക്സ്റ്റ് ജെൻ മൊബൈൽ മിഷൻ കൺട്രോൾ യൂണിറ്റ്, ഇത് പല രാജ്യങ്ങളും യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ കൺട്രോൾ യൂണിറ്റാണ്. ആ യൂണിറ്റ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ച് തകർത്തതാണ് പാകിസ്ഥാൻ്റേത്. അപ്പോൾ അതിന് പകരം പുതിയൊരു മൊബൈൽ മിഷൻ കൺട്രോൾ യൂണിറ്റ് തുർക്കി സപ്ലൈ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഡിഫൻസ് പാക്റ്റ് ഇവർ സൈൻ ചെയ്ത് മെക്ക പാക്റ്റ് എന്നൊക്കെ പറഞ്ഞാലും സൗദി അറേബ്യ എന്തെങ്കിലും വാങ്ങിക്കുന്നോ ഇല്ലയോ അതൊരു വിഷയമേ അല്ല. അതിൻ്റെ പേരിൽ പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വൻ നീക്കങ്ങൾ നടത്തും. കാരണം തുർക്കി ഇപ്പോൾ എയിം ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ അവരുടെ മെയിൻ ശത്രുവായിട്ടാണ് അവർ കണക്കാക്കുന്നത്.
അതിന് കാരണം വേറെ ഒന്നുമില്ല. ഇന്ത്യക്കും തുർക്കിക്കും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നം ഒന്നേ ഉള്ളൂ, അവരുടെ ഫണ്ടമെൻ്റലിസത്തിൽ ഇന്ത്യ വിശ്വസിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നമാണ് തയ്യബ് എർദോഗനെ ഡിസ്റ്റർബ് ചെയ്തത്. അങ്ങനെ തയ്യബ് എർദോഗൻ പാകിസ്ഥാനോടൊപ്പം നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ ഡെലിവേഴ്സ് മെഡിസിൻസ് ടു കാബൂൾ. കാബൂളിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇന്ത്യ മെഡിസിൻ സപ്ലൈ അയച്ചു വെച്ചിരിക്കുന്നത്. 2033 ഇന്ത്യയുടെ ഡിഫൻസ് ആൻഡ് ഏവിയേഷൻ വിങ് $60 ബില്യൺ വർത്ത് വരുന്ന ഒരു ബിസിനസ് മേഖലയായിട്ട് മാറിയിരിക്കുമെന്നാണ് പ്രഡിക്ഷൻ. ഫിലിപ്പൈൻസ് ഏതാണ്ട് 9 ബ്രഹ്മോസ് ബാറ്ററീസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 9 എണ്ണം. ചൈനയ്ക്കെതിരെ അവരുടെ ബോർഡറിൽ സംഗതി നിരനിരയായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഫിലിപ്പൈൻസ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ US അംബാസിഡർ സെർജിയോ ഗോറിൻ്റെ ജമ്മു ആൻഡ് കശ്മീർ വിസിറ്റ് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തും, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാക്കുമെങ്കിലും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തുമെന്ന് പല അനാലിസ്റ്റുകളും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയായിട്ട് തീരുമാനിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ മാറിപ്പോകത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനുള്ളത് എപ്പോഴും ഇരട്ടത്താപ്പാണ്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന വ്യക്തികളാണ്. ഇല്ലെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെയും അവർ കമന്നടിച്ച് വീണ് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ വലിയ ഇൻറ്റഗ്രിറ്റിയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിഗ്നിറ്റിയോ ഒന്നും തന്നെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ അനലിസ്റ്റുകൾ ഇങ്ങനെ പലതും എഴുതും. ഇതുകൊണ്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമൊന്നും തകരില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നാളെ നമ്മളൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് വേണ്ടിയിട്ട് അമേരിക്ക ഉയർത്തുക തന്നെ ചെയ്യും. പിന്നെ ജമ്മു ആൻഡ് കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനില്ല. ഇന്ത്യയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം വളരെ ബെസ്റ്റായിട്ട് തന്നെ ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയം തൊട്ട് ഇതുവരെ ഒരു രാജ്യങ്ങൾക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇനി അങ്ങോട്ട് ചെയ്യാൻ കഴിയുകയുമില്ല. ഇപ്പം നമ്മൾ ഈ വിഷയത്തിൽ പാകിസ്ഥാനെ നോക്കിക്കാണേണ്ട ആവശ്യമേ ഇല്ല. പാകിസ്ഥാൻ്റെ POK ഏത് ലെവലിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു 3 മാസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ തർക്കമില്ല. അവിടെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പക്ഷെ ഇവിടെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റ് കശ്മീർ എന്ന് പറയുന്നത് സുഖസുന്ദരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ. ഇപ്പോൾ ഇതിനൊരു ഭീഷണിയായിട്ട് ലഷ്കർ എ തയ്യബയുടെ ഹാഫിസ് സയ്യിദ് എന്ന് പറഞ്ഞ തീവ്രവാദി പറഞ്ഞിരിക്കുന്നത് 10,000 യുവാക്കളെ ഞാൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റ് കശ്മീരിൻ്റെ ഉള്ളിൽ ഇറക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിട്ടിട്ടുണ്ടെങ്കിലും വിടുന്നുണ്ടെങ്കിലും ഇന്ത്യ അതിന് തയ്യാറാണ്. 10,000 പേരല്ല, നീ 20,000 പേരെ വിട്ടാലും ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട പണി ചെയ്തിരിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ഭീഷണികൾക്കൊക്കെ യാതൊരു വിലയില്ല. പിന്നെ ഇവൻ്റെയൊക്കെ ചൊറിച്ചലിനുള്ള മരുന്ന് ഇന്ത്യൻ ആർമിയുടെ കയ്യിലുണ്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് പൊട്ടിക്കും. അപ്പം അങ്ങനെ അമേരിക്ക ഇന്ത്യക്കുള്ളിലുള്ള JNKയിൽ ട്രാവൽ അഡ്വൈസറിയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. ഈ പഹൽഗാം അറ്റാക്കോടുകൂടിയൊക്കെ അവിടെ ട്രാവൽ അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക. അപ്പോൾ അവിടെ വളരെ സേഫായിട്ട് US അംബാസിഡർക്ക് തന്നെ ട്രാവൽ ചെയ്ത് മടങ്ങി വരാൻ കഴിഞ്ഞുവെങ്കിൽ ആ മേഖല സുരക്ഷിതമാണ് എന്നുള്ള നിലപാടിൽ അമേരിക്ക എത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് കിട്ടിയ ഒരു ഡിപ്ലോമാറ്റിക് സക്സസ് ആയിട്ടാണ് വിലയിരുത്തേണ്ടത്. അതങ്ങനെ തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.